To the left, to the right, 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 to the left, to the right. നിങ്ങൾ എന്നെ പറഞ്ഞോ, എൻ്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തെ കയറി കളിച്ചാൽ, എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഉറക്കമില്ലാതെ നമ്മൾ ജോലിയെടുത്ത് ജീവിക്കുന്ന പോലെ ജീവിക്കാൻ അവർ തയ്യാറാണോ? അവർക്ക് അതുകൊണ്ട് പറ്റില്ല. അവർക്ക് അവിടെ നിന്ന് കമൻ്റ് ഇടാനേ പറ്റുള്ളൂ കുഞ്ഞേ. ഞാനത് പറയുന്നത് അവർക്ക് അവിടെ നിന്ന് കമൻ്റ് ഇടാനേ പറ്റുള്ളൂ, പണിയെടുക്കാൻ പറ്റില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ മഞ്ജു പിള്ള, നമുക്കറിയാം മഞ്ജു ചേച്ചി, നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന മഞ്ജു ചേച്ചി. അതേ മലയാള സിനിമയിലെ വിവിധ റോളുകളിലൂടെ നമ്മൾ നെഞ്ചിലേറ്റിയ, സിനിമയിലൂടെയും സീരിയലിലൂടെയും നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു പ്രമുഖ താരം തന്നെയാണ്. ജഡ്ജസായിട്ടും, അതായത് വിവിധ പ്രോഗ്രാമുകളിൽ ജഡ്ജസായിട്ടൊക്കെ ഇരിക്കുന്ന ഏറെ പ്രിയങ്കരിയായ തട്ടിമുട്ടിയും സീരിയലിലൊക്കെ വളരെ ജനപ്രീതിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ് മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചിയുടെ ഭർത്താവ് നമുക്കറിയാം, ഒരു പ്രമുഖ ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫർ കൂടിയായ ഒരു പകയൻ സുജിത് വാസുദേവ്. ആലീസ് ഇൻ വണ്ടർലാൻഡ് ഏതോ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. മികച്ച ഒരു സിനിമാ പ്രവർത്തനം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മഞ്ജു ചേച്ചിക്കും സുജിത്തേട്ടനും ഏക മകളാണ്. അവളുടെ പേരറിയില്ല. അവളൊരു മോഡലാണ്, അതായത് വളർന്നു വരുന്ന ഒരു യുവ മോഡലാണ്. എന്നാൽ ഏറെ ദുഃഖകരം എന്ന് പറയട്ടെ, മഞ്ജു ചേച്ചിയുടെ മകളുമായി ബന്ധപ്പെട്ട് നിരവധി റിയാക്ഷനുകൾ അല്ലെങ്കിൽ നിരവധി വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം കാണാനിടയായി. എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് മഞ്ജു ചേച്ചിക്ക് ഒന്നും പറയാനില്ലേ, മഞ്ജു ചേച്ചി എന്താണ് വാ തുറക്കാത്തതെന്ന് നിരവധി ആളുകൾ അവിടെ കമന്റ് ചെയ്ത് ചോദിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് മഞ്ജു ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. To the left, to the right, 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 to the left, to the right. അതായത് കഴിഞ്ഞ ദിവസം മഞ്ജു ചേച്ചിയുടെ മകൾ ഒരു റീൽസ് പങ്കുവെക്കുന്നു. അതായത് ഒരു നോർമൽ ഡ്രസ്സിൽ നിന്ന് ഒരു മോഡേൺ ഡ്രസ്സിലേക്ക് കടന്നു പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിലുള്ളൊരു മോഡൽ രംഗമാണ് പങ്കുവെച്ചത്. ആ ഒരു മോഡലിംഗ് റീൽസിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ ഏറെ ദുഃഖകരമായി. അതായത് മഞ്ജു ചേച്ചിയുടെ മകളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന, അവഹേളിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് വന്നത്. ഒന്ന് രണ്ട് കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം. വേറെ പെൺപിള്ളേരാണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ അഭിഷേകമായിരുന്നേനെ. 772ഓളം പകയന്മാരാണ് ലൈക്ക് അടിച്ചിരിക്കുന്നത്. മഞ്ജു പിള്ളയുടെ വില കളയാനായിട്ട് ഒന്ന് മതിയല്ലോ, അവരോട് റെസ്പെക്ട് ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. MDMA ഇവളെ കണ്ടിട്ട് എന്തിനു കൊള്ളാം? മഞ്ജു പിള്ളയ്ക്ക് പറ്റിയ ഒരു കഷ്ടം. കാണാൻ കാശിന് കൊള്ളില്ല എന്നറിയാവുന്നതുകൊണ്ട് തുണിയഴിച്ചെങ്കിലും ആളുകളെ കൂട്ടാനുള്ള ട്രിക്ക്. മഞ്ജു ചേച്ചി ഡ്യൂപ്പ്. രേണുമെങ്ങാനുമാണിത് ചെയ്തിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. രേണുസുതി നല്ല കോലം. മഞ്ജു പിള്ള ഇത് കാണുന്നില്ലേ? കുറച്ച് സൗന്ദര്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തുണിയുമൊന്നും ഇല്ലാതെ നിന്നേനെ. ഇത് മഗ്ഗും പെഗ്ഗുമൊന്നുമല്ല, കഷ്ടം. കാണാൻ അത്ര പോരാന്ന് സ്വയം തോന്നി തുടങ്ങിയാൽ ഇങ്ങനെ തുണി അഴിക്കണം ജനശ്രദ്ധ നേടാൻ. കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നു. ഏറെ വൃത്തികെട്ട കമന്റുകൾ. അതായത് രേണുസുതി ആയിരുന്നെങ്കിൽ എല്ലാവരും ഇപ്പോൾ കമന്റ് ബോക്സിൽ മുഴുവൻ തെറിയാകുമായിരുന്നു. എനിവേ ഇവിടെ മറിച്ചല്ല, നിരവധി ആളുകൾ തെറി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഏറെ ദുഃഖകരമായ അവസ്ഥ. ഒരു യുവ മോഡലിനും ഇതുവരെ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എനിവേ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ചോദിക്കുന്നത്, എന്തുകൊണ്ട് മഞ്ജു ചേച്ചി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല? മകളെ ഇതുപോലെ അയച്ചു വിട്ടേക്കുവാണോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മഞ്ജു ചേച്ചി ഓൾറെഡി പ്രതികരിച്ചിരുന്നതാണ്. അതായത് മഞ്ജു ചേച്ചി ഒരു സാധാരണ നിലയ്ക്കുള്ളൊരു പ്രതികരണമല്ല, പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് നടത്തിയത്. എന്താണ് സംഭവിച്ചത്? വരട്ടെ മഞ്ജു ചേച്ചിയുടെ പ്രതികരണങ്ങൾ. എങ്ങനെയാണ് ആ ഒരു അമ്മ തൻ്റെ മകളുടെ ഈ ഒരു അവസ്ഥയെ വിലയിരുത്തുന്നത്? വരട്ടെ. ഈ വിവരമില്ലാത്ത കുറേയും ഈ മഞ്ഞക്കാരിപ്പുണ്ട്, കുറേ ആൾക്കാർ. അവരാണ് ഇത് ഇടുന്നത്. അത് അവരുടെ ജീവിതോപാധി, വല്ലവൻ്റെ ലൈഫ് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ്. അത് അവരുടെ അസുഖമാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അയ്യോ, അസുഖമുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാലേ ഒരു സഹതാപം നമുക്ക് അവരോട് തോന്നുള്ളൂ. എനിക്ക് സഹതാപമുള്ള അവരുടെ അടുത്ത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോൾ അവർ ഏതോ മറയത്തിരുന്നിട്ട് കണ്ടവൻ്റെ ജീവിതം വിറ്റ് ജീവിക്കുന്ന ആൾക്കാർ. അവർക്ക് എന്ത് റെസ്പെക്റ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്? എന്ത് റെസ്പെക്റ്റ് അവർക്ക് കിട്ടുന്നു? നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ പോരെ? ഈ ഒരു പ്രശ്നം ഞാൻ വെല്ലുവിളിക്കുന്നു. കഷ്ടപ്പെട്ട് ജീവിക്കാൻ അവർ തയ്യാറാണോ? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വെയിലത്തും മഴയത്തും രാത്രി ഉറക്കമില്ലാതെ നമ്മൾ
ജോലിയെടുത്ത് ജീവിക്കുന്ന പോലെ ജീവിക്കാൻ അവർ തയ്യാറാണോ? അവർക്കതുകൊണ്ട് പറ്റില്ല. അവർക്ക് അവിടെ നിന്ന് കമന്റ് ഇടാനേ പറ്റുള്ളൂ കുഞ്ഞെ. ഞാനത് പറയുന്നത്, അവർക്ക് അവിടെ നിന്ന് കമന്റ് ഇടാനേ പറ്റുള്ളൂ, പണിയെടുക്കാൻ പറ്റില്ല. എന്തിന്? ഞാൻ അവരുടെ ചെലവിലല്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന. ഞാൻ അവർ പറയുന്ന ഒരു കമന്റിന് വേണ്ടി എന്റെ ജീവിതം തെളിക്കാൻ ഞാനില്ല. അതേ കമന്റ് ഇട്ട, അതായത് തനിക്കെതിരെയും തന്റെ മകൾക്കെതിരെയും മോശമായി കമന്റ് ഇട്ട ആൾക്കാർക്കെതിരെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് മഞ്ജു ചേച്ചി. അതായത് ഒരു പണിയുമില്ലാത്ത കള്ള ഹിമാറുകള്, കള്ള ഹമുക്കുകള്, മുഖം കാണിക്കാത്ത ഹമുക്കുകള് ഓരോ സ്ഥലത്തിരുന്ന് കമന്റുകൾ ഇടുകയാണ്. ഓൾക്ക് തോന്നുന്ന രീതിയിൽ അവഹേളിക്കാൻ വേണ്ടി ഒരു പണിക്കും പോവാതെ ഒരു ജോലിയും എടുക്കാതെ മറ്റുള്ളവനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കള്ള നായ്ക്കളാണെന്നാണ് മഞ്ജു ചേച്ചി പറയുന്നത്. അത്തരത്തിൽ കമന്റുകളിട്ട്, മോശം കമന്റുകളിട്ട് അവഹേളിക്കുക, മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളെ, അതായത് പൊരിവെയിലെത്തും മഴയത്തും പണിയെടുത്ത് ജോലി നോക്കുന്ന ആളുകളെ അവഹേളിക്കുന്ന ഒരു തരം സൈക്കോകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നാണ് മഞ്ജു ചേച്ചി പറയുന്നത്. അവരാരാ? ഈ ഒരു സീൻ കാരണം ഒബ്വിയസ്ലി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പാപ്പരാജീസ് ആണെങ്കിലും വന്ന് മിണ്ടുന്നവരാണെങ്കിലും ഇവര് വന്ന് ഹായ് മഞ്ജു ചേച്ചി വാവ് ഭയങ്കര വലിയ ഫാൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവർ തന്നെ ആയിരിക്കും കമന്റ് ഇടുന്നത്. ആണ്, അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ഫേക്ക് അക്കൗണ്ട് ചിലപ്പോൾ ഇവർ തന്നെ ആയിരിക്കും, നമുക്ക് അറിയത്തോലുമില്ല. സോ നമ്മള് ഈ ഇങ്ങനെ ഇടുന്ന കമന്റ്സ് ഇടുന്ന ആൾക്കാരുടെ ഞാൻ ഇപ്പോൾ കമന്റ്സ് ഒന്നും നോക്കില്ല, പക്ഷെ എങ്കിലും ചിലത് നമ്മൾ ചില ബ്ലൂ ടിക്ക് കാണുമ്പോൾ നമ്മൾ നോക്കുമല്ലോ. പക്ഷെ അങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേക്കും ചില ഹേറ്റ് കമന്റ്സ് എനിക്ക് വളരെ കുറവാണ് വരുന്നത്. ഞാൻ ഇന്നാൾ ഒരാളുടെ നോക്കിയപ്പോഴത്തേക്കും അത് ഫേക്ക് അക്കൗണ്ട് ആണെന്ന് മനസ്സിലായത്. 0 ഫോളോവേഴ്സ് ആണ്. അയാൾ ഒരുപാട് പേരെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇയാളാരും ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഫേക്ക് അക്കൗണ്ടാണ്. ചില 100 ഫോളോവേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് അയാളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് അയാൾ തന്നെ 10 എണ്ണം തുടങ്ങി അയാൾ തന്നെ ഫോളോ ചെയ്യുന്നവരെ കൊണ്ടാവും. അവരാണ് ഇങ്ങനത്തെ കമന്റ്സും കാര്യങ്ങളും ഇടുന്നത്. അവർക്ക് വേറെ ജോലിയില്ല. നമ്മൾ എന്തിനാണ്? അതായത് മഞ്ജു ചേച്ചി പറയുന്നത് തന്നെയും മകളെയും ഇപ്പോഴും നിരവധി ആളുകൾ നെഞ്ചിലേറ്റുന്നുണ്ട്. അമ്മമാരും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ തന്നെ നെഞ്ചിലേറ്റുകയാണ്. ഇവിടെ മോശം കമന്റുകൾ, നമ്മൾ കണ്ട കമന്റുകൾ അടിച്ചിട്ടുള്ള കള്ള ഹമക്കുകൾ ചില അമ്മാവന്മാർ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് തന്നെയും മകളെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള കമന്റുകൾ അടിച്ച് മെഴുകുന്നു എന്നാണ് ഏച്ചി പറയുന്നത്. ഏച്ചിയുടെ അഭിപ്രായത്തിൽ അവരുടെ ഒരു പ്രവൃത്തി, അവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അത് കണ്ട് അസൂയപ്പെട്ട ഈ ചില കോണുകളിൽ, ആഫ്രിക്കയിൽ അടക്കമുള്ള ചില കൺട്രികളിൽ ഇരിക്കുന്ന കള്ള ഹമുക്കുകൾ ഓലപ്പണിയാണിത്. അതായത് ഓലക്ക് ഇത് കാണുമ്പോഴത്തേന് സൂഹിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, വിവരം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവള് ഒരുങ്ങി എന്തോ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും അതിൽ വന്ന കമന്റ്, ഒരുങ്ങിയല്ലടാ ഫോട്ടോ ഇട്ടപ്പോൾ വന്ന കമന്റ്, മഞ്ജു പിള്ളയുടെ അത്ര സൗന്ദര്യമൊന്നും നിനക്കില്ല, അത് കണ്ട് നിഗളിക്കണ്ട എന്നുള്ള രീതിയിൽ. സത്യമാണ്. അപ്പൊ അവള് പറഞ്ഞ് ഷീസ് ഗോഡസ്. അത് ശരിക്കും അങ്ങനല്ലേ? ഷീസ് ഗോഡസ്, എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അവള് തിരിച്ച് മറുപടി ഇട്ടു. എന്തൊരു വിവരമില്ലായ്മയാണ് ആ പറയുന്നത്. അവളെക്കാട്ടിൽ ഹേർട്ട് ചെയ്യുക എന്നെയല്ലേ? ഞാൻ സുന്ദരിയാണെന്ന് പറയുമ്പോൾ എനിക്ക് എന്താ അവൻ്റെ അടുത്ത് ആരാധന തോന്നുന്നു? പറയുന്നവൻ്റെ അടുത്ത് കൈ കിട്ടി അവനെ തല്ലി ഞാൻ കാലൊടിക്കും. എൻ്റെ കൊച്ചിനെ പറയുന്നോടാന്ന് ചോദിച്ചു. നിങ്ങൾ എന്നെ പറഞ്ഞോ, എൻ്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തെ കയറി കളിച്ചാൽ, എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, വൈകാരികമായി പൊട്ടിത്തെറിക്കുന്ന ഒരുപക്ഷെ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ പോലെ തൻ്റെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ ഫാമിലിയെ അപകീർത്തിപ്പെടുത്തുന്ന കള്ള ഹമക്കുകൾക്കെതിരെ ഏതറ്റം വരെയും പോകുന്ന ഒരമ്മ തന്നെയാണ് മഞ്ജു പിള്ള എന്ന് വ്യക്തമാണ്. അതായത് തന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, തൻ്റെ കുടുംബത്തിലുള്ള സകല ആളുകളെയും ആക്ഷേപിച്ചോളൂ, ഒരു പ്രശ്നമില്ല. തൻ്റെ പ്രൊഫഷനെ തന്നെ ഏത് രീതിയിൽ മക്കാറാക്കിയാലും തനിക്കൊരു വിഷയമേ ഇല്ല. പക്ഷെ തൻ്റെ മകളുടെ പ്രവൃത്തി, അല്ലെങ്കിൽ തൻ്റെ മകളെ ആക്ഷേപിക്കുന്ന ആളുകളെ താൻ തൂക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരവധി ആളുകൾ മഞ്ജു പിള്ള ചേച്ചിയുടെ ഈ ഒരു മകളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത്, അതായത് ഓളുടെ വസ്ത്രധാരണം, ഓളുടെ മോഡലിംഗ് ഒക്കെ വിമർശന വിധേയമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അവരെ ഒന്നും ചേച്ചിയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും അധികം ഒരു ശപഥം ചെയ്തൊരു മനസ്സ് തന്നെയാണ് മഞ്ജു ചേച്ചിയുടെ എന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോഴും മഞ്ജു ചേച്ചി വിശ്വസിക്കുന്നത് മഞ്ജു ചേച്ചിയെയും മകളെയും നിരവധി ആളുകൾ നെഞ്ചിലേറ്റുന്നു. എന്നാൽ ചില ആളുകൾ പർപ്പസ്ഫുള്ളി ഏച്ചിക്കെതിരെ ഇത്തരം പരിപാടികൾ, ഏച്ചിക്കും മകൾക്കുമെതിരെ ഇത്തരം പരിപാടികൾ നടത്തുന്നു എന്നാണ് അവരുടെ ഒരു ചിന്താഗതി. ഈ ഒരു വിഷയത്തിൽ നമുക്കൊരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഈ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ സാധിക്കത്തില്ല. അതിൻ്റെ ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ കണക്ക് ആദ്യമേ ഒരു, ഇപ്പം രേണുസുതിയുടെ കാര്യം പറയുന്നു, ആദ്യമേ ഒരു സാധാരണ നിലയ്ക്കുള്ള വസ്ത്രം ധരിച്ച്
മുന്നോട്ട് ജീവിച്ചു പോയ ഒരാൾ പെട്ടെന്ന് അവരുടെ ഒരു വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തുമ്പോഴത്തേന് നമ്മുടെ നാട്ടുകാർക്ക്, പ്രത്യേകിച്ചും കുറച്ച് പ്രായമായ ആളുകൾക്ക് സഹിക്കത്തില്ല. അവർ അവഹേളിക്കുക തന്നെ ചെയ്യും, വിമർശിക്കുക തന്നെ ചെയ്യും. നേരെ മറിച്ച് ഇതിങ്ങനെ കണ്ട് ഇത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല. ചെറുപ്പത്തിലേ ഇത് ഈ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ കള്ളഹിമാർ അങ്ങനെ തന്നെയാണ് പണ്ടും വസ്ത്രം ധരിക്കുന്നതെന്ന് പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കും. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോഴത്തേന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് പല അഭിപ്രായങ്ങൾ വരും. അതിനെ തടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തടുക്കാൻ പറ്റില്ല. അത് കണ്ടില്ല എന്ന് അടിച്ച് മുന്നോട്ട് പോകലാകും പ്രതിവിധി. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ആരെന്ത് പറഞ്ഞാലും പോലീസിന് കേസെടുക്കാൻ FIR ഇടാൻ പറ്റത്തില്ല. കേസെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഈ ഒരു വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ വസ്ത്രധാരണം, എനിക്ക് തോന്നുന്ന ഈ ഒരു കുട്ടി ഒരു മോഡലായതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വസ്ത്രധാരണമാണ് ഈ പെൺകുട്ടി അണിയുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടയ്ക്ക് മഞ്ജു ചേച്ചിയും ഒന്ന് മോഡലൊക്കെ ആവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അത്തരത്തിലുള്ളൊരു റാമ്പ് വാക്കൊക്കെ ഇടയ്ക്ക് എവിടെയോ ശ്രദ്ധയിൽപ്പെട്ടു. എനിവേ ഇവിടെ പ്രേക്ഷകരായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് നമ്മളൊക്കെ ആദ്യമ മനുഷ്യരായിരുന്നു. നമ്മുടെ പൂർവികരുടെ സമയത്ത് നമ്മളാരും വസ്ത്രമില്ലാത്ത ഹിമാറുകളായിരുന്നു. അതായത് പരസ്പരം വസ്ത്രമില്ലാതെ തുണി ഉടുക്കാതെ നിൽക്കുന്ന സമയത്ത് ആർക്കും നാണം തോന്നാത്ത ഹമുക്കുകളായിരുന്നു. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, എൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്ന് നിൽക്കുകയാണെങ്കിൽ ഓള് തുണി അഴിച്ചിട്ടാണ് നിൽക്കുന്നെങ്കിൽ പോലും എനക്കൊന്നും തോന്നില്ല, ഒന്നും തോന്നാത്തൊരു പാഹ്യൻ. അത് പിന്നീട് കാലക്രമേണ അത് മാറ്റം വന്ന് തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ നാണം തോന്നുന്ന ഒരു രീതിയിലേക്ക്, അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ നാണിക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് കള്ള ഹമുക്കുകൾക്ക് മനസ്സിലായി. പിന്നെ തുണി ഉടുക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ പറഞ്ഞ രാജാക്കന്മാരുടെ കാലത്തൊക്കെ വന്നിട്ട് മാറുമറയ്ക്കുന്ന സമ്പ്രദായം ഇല്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്നത്തെ കാലത്ത് അതിനുവേണ്ടി അന്ന് പോരാടി. പക്ഷേ ഇന്നത്തെ കാലത്ത് മാറുമറക്കുന്ന സമ്പ്രദായം ഇല്ല, അത് കുഴപ്പമില്ല എന്ന് പറയുകയാണെന്ന് ആലോചിച്ച് നോക്കും. ഈ റീൽസ് താരങ്ങളുടെയൊക്കെ അവസ്ഥ, മിക്ക റീൽസ് താരങ്ങളും ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഒരുപക്ഷെ ഉത്സവപ്പറമ്പിൽ മത്തങ്ങ ബലൂണ് നിൽക്കുന്ന കണക്കുള്ള അവസ്ഥയായിരിക്കും. ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ വിഭിന്ന അഭിപ്രായമാണ്. മെജോറിറ്റി ആൾക്കാരും ഈ ഒരു വിഷയം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ മാറുമറയ്ക്കാനൊക്കെ ഈ പറഞ്ഞ സമരം നടത്തിയ ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു വലിയ വിഭാഗം എന്ന് പറയുന്നില്ല, ഒരു മൈനോറിറ്റി ആൾക്കാരെങ്കിലും വസ്ത്രബഹിഷ്കരണത്തെ വലിയ രീതിയിൽ അനുകൂലിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളത് തള്ളിക്കളയാനാവില്ല. എനിവേ ഏറെ ദുഃഖകരമായ ഒരവസ്ഥയിലൂടെ തന്നെയാണ് മഞ്ജു ചേച്ചിയുടെ മകളും മഞ്ജു ചേച്ചിയും കടന്നു പോകുന്നത്. വലിയ രീതിയിലുള്ള കനത്ത സൈബർ അറ്റാക്കാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരം സൈബർ അറ്റാക്ക് നടത്തുന്ന തൻ്റെ മകളെ അവഹേളിക്കുന്നവരെ ഒരു കാലത്തും വെറുതെ വിടില്ല എന്നാണ് ആണയിട്ട് ശപഥം ചെയ്ത് പറയുന്ന മഞ്ജു ചേച്ചിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. നിങ്ങൾ എന്നെ പറഞ്ഞോ, എൻ്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തെ കയറി കളിച്ചാൽ, എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ عندي لك رقصة قوية يا الحبيب اسمها الصبوحة to the left, to the right, 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 to the left.